ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ബി.എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ബി.എഡ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെയുള്ള വിവിധ യൂണിവേഴ്സിറ്റികളാണ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ആർക്കൊക്കെ എങ്ങനെ വിദ്യാർത്ഥികൾക്ക് തന്നെ സ്വന്തമായിട്ട് അപേക്ഷ നൽകുവാൻ സാധിക്കും? കേരളത്തിലെ പ്രധാനപ്പെട്ട ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, അതായത് ഈ 4 വർഷത്തെ ബി.എഡ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ അപേക്ഷ സ്വന്തമായിട്ട് നൽകുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഡീറ്റെയിൽഡ് വിശദമായിട്ടുള്ള ഇൻഫർമേഷനാണ് ഈ വീഡിയോ നമ്മൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്ന എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാൻ ആമുഖമായിട്ട് ഓർപ്പെടുത്താൻ. അപ്പോൾ ബി.എഡ് കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ തൊട്ട് മുമ്പ് ചെയ്തിരുന്നു. അതായത് ഡ്യൂറേഷൻ സംബന്ധമായിട്ട് 1 ഇയർ, 2 ഇയർ, അതേപോലെ 4 ഇയർ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് 4 വർഷത്തെ ബി.എഡ് കോഴ്സ് എന്ന് പറയുന്നത്. അത് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അതായത് പ്ലസ് ടുവിന് ശേഷം വിദ്യാർത്ഥികൾക്ക് 4 വർഷം ഡയറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഡിഗ്രിയും അതോടൊപ്പം തന്നെ ബി.എഡ് കൂടി കഴിയുന്ന രീതിയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന ഈ ഒരു ബി.എഡ് 4 വർഷത്തെ ബി.എഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിലവിൽ കേരളത്തിലെ 3 യൂണിവേഴ്സിറ്റികളാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളായിട്ടുള്ള NIT ഉൾപ്പെടെയുള്ള 3 യൂണിവേഴ്സിറ്റികളാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും, അതായത് NCTയുടെ ഭാഗത്തുനിന്ന് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഈ 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ബി.എഡ് എന്നുള്ളൊരു സിസ്റ്റം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെ എല്ലാ യൂണിവേഴ്സിറ്റികളും കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നിലവിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വിളിച്ചതുപോലെ തന്നെ ആദ്യമായിട്ട് വിളിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട 3 യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റി വിളിക്കുന്ന NCTയുടെ ITEP, അതായത് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ്. മാർച്ച് 16 വരെയാണ് വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നിലവിൽ പ്ലസ് 2 യോഗ്യതയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ITEP, അതായത് 4 വർഷത്തെ ബി.എഡ് കോഴ്സിന് അപ്ലൈ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് എൻട്രൻസ് പരീക്ഷയെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നേട്ടം. സാധാരണ രീതിയിൽ നിങ്ങൾക്ക് ഡിഗ്രിയുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ ഇവിടെ പ്ലസ് 2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റ് ഈ ഒരു ITEPയുടെ, അതായത് NCT NTU വിളിക്കുന്ന ഈ ഒരു എൻട്രൻസ് എക്സാം ജസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അതിലെ മാർക്കിനെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും NIT ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് ബി.എഡ് കോഴ്സ് പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആമുഖമായിട്ട് ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞത് മാത്രം. ഇനി നമുക്ക് NCTയുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ കൊടുക്കാൻ നോക്കാം. അതിനായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് നോട്ട് ചെയ്ത് നോക്കുക, nta.ac.in. അതായത് ജസ്റ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു പേജിൽ എത്താൻ വേണ്ടി exams.nta.ac.in/NCET ജസ്റ്റ് exams.nta.ac.in അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഹോം പേജിലൂടെ വരാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഡയറക്റ്റ് ഈ ഒരു പേജിൽ കാണാൻ വേണ്ടി ജസ്റ്റ് ലേറ്റസ്റ്റിനോട് നിങ്ങൾക്ക് രജിസ്റ്റർ ഹിയർ എന്നുള്ളൊരു ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് അപേക്ഷയുടെ പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന, അതായത് ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3 സ്റ്റെപ്പാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും കോഴ്സുകളൊക്കെ നമുക്ക് നോക്കാം. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒന്നാമത്തെ സ്റ്റെപ്പ് അപ്ലൈ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ്. രണ്ടാമത്തത് ഫിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം. മൂന്നാമത്തെ എക്സാമിനേഷൻ ഫീ അടക്കലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പുതുതായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ഇവിടെ നിങ്ങൾക്ക് തൊട്ടതായ നിങ്ങൾക്ക് ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ITEP 4 വർഷത്തെ ബി.എഡ് എൻട്രൻസ് എക്സാം ബേസ് ചെയ്തുള്ള അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ അപേക്ഷ ഫീസായിട്ട് കൊടുക്കേണ്ടത് ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർ 1200 രൂപയും, OBC അതേപോലെ തന്നെ ജനറൽ EWS വിഭാഗത്തിൽപ്പെട്ടവരാണ് 1000 രൂപയും, SC/ST അതേപോലെ തന്നെ PWD തേർഡ് ജനറൽ ഉൾപ്പെടെയുള്ള വിഭാഗത്തിൽപ്പെട്ടവരാണ് 650 രൂപയാണ് ഫീസായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 1200, 1000, 650. അപ്പോൾ നിങ്ങൾക്ക് ഫീസ് നിങ്ങൾക്ക് ഏത് മുഖേന കൊടുക്കാം. ഓൺലൈനായിട്ട് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI, നെറ്റ് ബാങ്ക് ഉൾപ്പെടെ നിങ്ങൾക്ക് പല ഏത് മെത്തേഡ് വേണം നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കും. അപേക്ഷയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ നോക്കാം. ഒന്നാമത് നോർമലായിട്ട് രജിസ്ട്രേഷൻ ഫോമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പാസ്വേഡ്, അതായത് യൂസർ ID യും പാസ്വേഡ് ലഭിക്കും. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യലാണ്. ഇനി അതേപോലെ തന്നെ മൂന്നാമതായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ സർട്ടിഫിക്കറ്റിലാണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് നോക്കാം. അതിലൊന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോർമലായിട്ട് നിങ്ങൾ ഫോട്ടോ, അതേപോലെ സിഗ്നേച്ചർ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കാറ്റഗറി സർട്ടിഫിക്കറ്റ്, അതായത് PW സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഏതെങ്കിലും ആനുകൂല്യം ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സ്കാൻ ചെയ്ത് വെക്കണം. ഇനി അതേപോലെ ഇതിൻ്റെയൊക്കെ സൈസ് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഫോട്ടോ JPG ആയിരിക്കണം. അതിൻ്റെ സൈസ് 10 മുതൽ 200 KB വരെ ആയിരിക്കണം. അതിന് സിഗ്നേച്ചർ ആണെങ്കിൽ 4 KB മുതൽ 30 KB വരെ ആയിരിക്കണം. ഇനി അതേപോലെ തന്നെ മറ്റു സർട്ടിഫിക്കറ്റ് കോപ്പി ആണെങ്കിൽ 50 KB മുതൽ 300 KB വരെ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു സൈസിൽ നിങ്ങൾ ജസ്റ്റ് JPG ആയിട്ട് നിങ്ങൾ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് കൊടുക്കലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ആമുഖമായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. അതിൽ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ പരമാവധി നിങ്ങൾ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഫസ്റ്റ് ലെറ്റർ
ഇവിടെ അപ്പർ ലെറ്റർ അത് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ലെറ്റർ ക്യാപ്സ് ലെറ്റർ കൊടുക്കുക. ഉദാഹരണത്തിന് എൻ്റെ പേര് സവാദ് @123 ആ ഒരു മോഡൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അതേപോലെ പാസ്വേഡൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഇൻഫർമേഷൻ ബുള്ളറ്റ് ഡൗൺലോഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷയിലോട്ട് പോവുക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ A to Z കാര്യങ്ങൾ ഈ ITP പ്രോഗ്രാമുമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ കോഴ്സുകൾ ഏതൊക്കെയാണ് അതൊക്കെ നമുക്കിവിടെ മാർച്ച് 16 വരെ ഡേറ്റ്, അതേപോലെ എക്സാമിൻ്റെ ഡേറ്റ് ഏകദേശം അതൊക്കെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ CUT UG PG ഒക്കെ എഴുതുന്ന അതേ രീതിയിൽ തന്നെയാണ് NCTയുടെ ഈ പറയുന്ന ITP കോഴ്സും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇനി ഏതൊക്കെ കോളേജുകളാണ് നോക്കാം, നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നോക്കാം. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷനിലോട്ട് പോവുക. അപ്പോൾ നമുക്കിവിടെ നോക്കാം ഏതൊക്കെ യൂണിവേഴ്സിറ്റി നോക്കാം. അപ്പോൾ നിലവിൽ ITP NCT വിളിച്ചിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എൻട്രൻസ് എക്സാം വിളിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണിത്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം രാജ്യത്തെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡ് IIT, അതേപോലെ NIT, RIS ഇത്രയും സ്ഥാപനങ്ങളാണ്, ഗവൺമെൻറ് കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളാണ് ഇപ്പോൾ എൻട്രൻസ് എക്സാം ബേസ് ചെയ്ത് 4 വർഷത്തെ B.Ed പ്രോഗ്രാം വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏകദേശം യൂണിവേഴ്സിറ്റി ഇത്രയും സ്റ്റേറ്റുകളിൽ ഈ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് കേരളത്തിലെ യൂണിവേഴ്സിറ്റി മാത്രം നോക്കാം. അപ്പോൾ നിലവിൽ 64 യൂണിവേഴ്സിറ്റികളാണ് ഈ പറയുന്ന B.Ed കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റുകൾ നമുക്ക് ഓരോന്നും നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതായത് ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റികളും സ്ഥാപനങ്ങളും ഇവിടെ കാണാൻ സാധിക്കാം. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് കേരളത്തിൽ മാത്രം ആശ്രയിക്കാതെ കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി കേരളത്തിൽ നമുക്ക് കോഡ് നമ്പർ 31 നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തത് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അവിടെ മാത്രം നമുക്ക് BSc B.Ed ഉണ്ട്, BA B.Ed ഉണ്ട്, BCom ഉണ്ട്. 3 സ്ട്രീമും കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഓരോ സ്ട്രീമിലും 50 സീറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ഒന്നാമത്തെ യൂണിവേഴ്സിറ്റിയാണ് കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ അത് മാത്രം കൊടുക്കുന്നവർ 31 നോട്ട് ചെയ്ത് വെക്കുക. ഇനി അതേപോലെ കേരളത്തിലെ മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ്. കേരളത്തിൽ 3 യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ കേരളത്തിൽ രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി നോക്കാം. 60ാമത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 60 ഇവിടെ അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സംസ്കൃതാണ്, സംസ്കൃത് യൂണിവേഴ്സിറ്റിയാണ്. ഇതും സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ നമുക്ക് BA B.Ed ശ്രദ്ധിക്കേണ്ട കാര്യം 2 യൂണിറ്റ് 100 സീറ്റുകൾ ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു യൂണിവേഴ്സിറ്റി കൂടിയുണ്ട്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്നാമത്തെ യൂണിവേഴ്സിറ്റി NIT ആണ്. അപ്പോൾ NIT ഇവിടെ കോഡ് നമ്പർ ജസ്റ്റ് നോക്കാം. അപ്പോൾ അതായത് കോഡ് നമ്പർ 35 NIT. അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് BSc B.Ed ആണ്, ഒരു യൂണിറ്റാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് 50 സീറ്റ്. അപ്പോൾ ഇത്രയും യൂണിവേഴ്സിറ്റിയിലും ഇത്രയും സീറ്റുകൾ, അത് ഏകദേശം 100ഉം 150ഉം 200 സീറ്റുകൾ കേരളത്തിൽ മാത്രം 4 വർഷത്തെ B.Ed പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം +2-നൊക്കെ മാർക്ക് കുറഞ്ഞവരൊക്കെ ആണെങ്കിലും അവർക്കൊക്കെ ഈ പറയുന്ന ആനുകൂല്യങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അടുത്ത പേജിലോട്ട് പോവുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ഥാപനങ്ങളും അതേപോലെ തന്നെ കോഴ്സുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾ കേരളത്തിൽ 3 യൂണിവേഴ്സിറ്റിയിൽ കൂടാതെ മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റി നിങ്ങൾ താല്പര്യപ്പെടുകയാണോ അതുകൂടി കൃത്യമായിട്ട് കോഡ് നമ്പറൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ നമ്മൾ ഈ ഒരു പേജിലോട്ട് വന്ന് ഇവിടെ നിങ്ങൾ താഴെ നിങ്ങൾക്ക് ഇവിടെ I have downloaded the information bulletin, അതായത് നിങ്ങളെല്ലാ ബുള്ളറ്റിനൊക്കെ വായിച്ച് എല്ലാ കാര്യം മനസ്സിലായെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ്റെ അടുത്ത പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്നാമതായിട്ട് ഇത് കഴിഞ്ഞ വർഷം ഇതേ രീതിയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് I have an അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ആധാർ കാർഡ് നമ്പറോ അല്ലെങ്കിൽ ഡിജി ലോക്കർ അക്കൗണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു ID വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് I have an ആധാർ കാർഡാണ്, ആധാർ കാർഡ് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ആധാർ കാർഡ് നമ്പർ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ജനറേറ്റ് OTP അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈൽ ഫോൺ നമ്പറിൽ ഒരു OTP വരും. ആ OTP വെച്ച് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ CUT PGയുടെ ഇതേ രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾ ജസ്റ്റ് ആധാർ കാർഡ് തന്നെ വെച്ചിട്ട് നിങ്ങൾ ആധാർ കാർഡ് കൃത്യമായി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ രജിസ്റ്റർ ചെയ്ത മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് അതിൻ്റെ OTP വരികയും അതിനുശേഷം നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് യൂസർ ID ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ജസ്റ്റ് നോർമലായിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ്, അഡ്രസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യുന്നു. അതേപോലെ തന്നെ നിങ്ങൾ കോഴ്സ് ചൂസ് ചെയ്യുന്നു, എക്സാം സെൻറ്റർ ചൂസ് ചെയ്യുന്നു. അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നു. ഇത്തരത്തിൽ പേയ്മെൻറ്റ് കൂടി അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം പൂർത്തിയാവുകയും പിന്നീട് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ നേരത്തെ CUT PGയുടെ സെയിം സംഭവമായതുകൊണ്ട് തന്നെ കൂടുതൽ ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എല്ലാ കാര്യം ഇൻഫർമേഷൻ ബുള്ളറ്റിൽ തന്നെ നിങ്ങൾക്ക് അപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ +2-ന് ശേഷം
ഈ ഒരു എൻട്രൻസ് എക്സാം വഴി വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഈ ഒരു സുവർണ്ണ അവസരം ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രം 3 യൂണിവേഴ്സിറ്റി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അതായത് എല്ലാ സ്ട്രീമുകളും BCom B.Ed ഉണ്ട്, BA B.Ed ഉണ്ട്, BSc B.Ed ഉണ്ട്. അപ്പോൾ എല്ലാ സ്ട്രീമുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് സ്ട്രീം ആ സ്ട്രീമിലോട്ട് നിങ്ങൾക്ക് B.Ed എടുക്കുവാനും 4 വർഷത്തെ B.Ed പൂർത്തിയായി കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ നല്ല മികച്ച ഒരു ടീച്ചറായിട്ട് മാറുവാനും സാധിക്കുന്ന രീതിയിലുള്ള വളരെ മികച്ച അവസരമായിട്ടുള്ള ITEP 2025 നിങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനും വളരെ നന്നായ രീതിയിൽ നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടി നിങ്ങൾക്ക് ടീച്ചറായിട്ട് മാറുവാൻ സാധിക്കും. അത്തരത്തിൽ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇത്തരത്തിൽ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദരി ചിരി. താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.